ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ പേരോ വാട്സപ്പിൽ അയച്ചാൽ മതി. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നാണ് അയക്കുക എന്ന് കൃത്യമായിട്ട് പറയും. അപ്പോൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ബോക്സിൻ്റെ പിക്കാണ് സാധാരണ അയക്കാറുള്ളത്. അതിൽ നമ്പർ ഉണ്ടാവും, ട്രാക്കിംഗ് നമ്പർ. അപ്പോൾ അത് വെച്ച് ട്രാക്ക് ചെയ്ത് നിങ്ങൾ വേഗം തന്നെ പ്ലാൻസ് വാങ്ങുക. കേരളത്തിനുള്ളിൽ മാക്സിമം 2 ദിവസമേ പ്ലാൻസ് കിട്ടാനായിട്ട് എടുക്കുകയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ല എങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അതുപോലെ അഡ്രസ്സ് തരുമ്പോൾ DTDCയുടെ പിൻകോഡ് തന്നെ തരിക. ഏറ്റവും അടുത്ത DTDC നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാനാണെങ്കിലും ഏറ്റവും അടുത്ത DTDC ഏതാണോ അതിൻ്റെ പിൻകോഡ് തന്നെ തരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാൻസ് വേഗം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ അത് റീറൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും കൂടുതൽ ദിവസങ്ങളെടുക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മാർച്ച് മാസത്തിൽ വിന്നറെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരിക അലമാൻഡയാണ്. അലമാൻഡയുടെ ഈ ഒരു ബിസ്ക്കറ്റ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് സെയിലിനുള്ളത്. 80 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഓക്സിക്കാർഡിയം ലെമൺ എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. 20 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് റൂസ് പോളിയ പ്ലാന്റ് ആണ്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയുള്ള പിങ്ക് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. സീസണൽ പ്ലാന്റ് അല്ല, സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മണിക്കൊന്നയാണ്. മണിക്കൊന്നയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സെന്റ് ജോൺസ് ക്രീപ്പർ അല്ലെങ്കിൽ പിങ്ക് ടെക്കോമയാണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. 50 രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബാർലേറിയ റെപ്പൻസ് ആണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ബാർലേറിയ. അപ്പോൾ ഇതാണ് പൂക്കളുടെ ആ ഒരു കളറ് വരിക. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. കഴിഞ്ഞ തവണ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്ലാന്റ് ആണിത്. ഇത്തവണ അല്പം കൂടി ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക കടലച്ചെടിയാണ്. നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നടാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. പച്ചപ്പിനൊപ്പം തന്നെ പൂക്കളും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. 20 രൂപയായിരിക്കും പ്ലാന്റിന്റെ റേറ്റ്. അടുത്തതും നമുക്ക് ഗ്രൗണ്ട് കവറായിട്ട് നടാൻ കഴിയുന്ന പേൾ ഗ്രാസിന്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിനും 20 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ജാപ്പനീസ് ഹണിസക്കിൾ ആണ്. നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പോലെ തന്നെ 2-3 കളറിലായിരിക്കും പൂക്കൾ കാണുക. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റും പിന്നീട് അത് കളർ ചേഞ്ച് ചെയ്ത് ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മാറും. ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണിത്. നല്ല സ്മെല്ലോട് കൂടിയ പൂക്കളാണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് വരിക. 40 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിന്റെ ഈ ഒരു പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സിങ്കോണിയത്തിന്റെ ഈ ഒരു വെറൈറ്റി ആണ്. ഇതിന് 50 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക മെക്സിക്കൻ സ്വാഡ് വാട്ടർ പ്ലാന്റ് ആണിത്. നല്ലൊരു വൈറ്റ് കളറിൽ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മിനിയേച്ചർ മുസാണ്ടയാണ്. ഈ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. റേറ്റ് വരിക 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് ജസ്റ്റീഷ്യ, പിങ്ക് ജസ്റ്റീഷ്യ ആണ്. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. ഇതും സീസണൽ അല്ല, നമുക്ക് എല്ലാ സമയത്തും ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും.
റേറ്റ് വരിക 40 രൂപയാണേ. അടുത്ത പ്ലാന്റ് വരിക ഗാർലിക് വൈൻ്റെ തൈകളാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന, നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് ഗാർലിക് വൈൻ. വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. അതുപോലെ ഇഴജന്തുക്കളെയൊക്കെ അകറ്റി നിർത്താനും ഈ ഒരു പ്ലാന്റ് നടുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 30 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഡെയ്സി ആണ്. ഡെയ്സിയുടെ 2 കളറ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ആദ്യത്തേത് ഈ ഒരു വയലറ്റ് കളറാണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. അതുപോലെ വൈറ്റും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഡെയ്സിയുടെ ബാക്കി കളേഴ്സ് നമുക്ക് റെഡിയായി വരുന്നതേ ഉണ്ടാവുള്ളൂ. വൈറ്റിന്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളായിട്ടുണ്ട്. 40 രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക നന്ദ്യാർവട്ടം മിനിയേച്ചറിന്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. പൂക്കൾ വരിക ഈ കാണുന്നതായിരിക്കും. നന്ദ്യാർവട്ടത്തിന്റെ പൂക്കളെല്ലാം തന്നെ സെയിം ആണ്. പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയ പ്ലാന്റ് ആണ്. 30 രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക വെരിഗേറ്റഡ് പീസ് ലില്ലി ആണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഡോവ് ടെയിൽ പ്ലാന്റ് ആണ്. ഇതുപോലെ വിശറി പോലെയാണ് പ്ലാന്റിന്റെ ഇലകൾ നിൽക്കുക. ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഏഞ്ചലോണിയയുടെ പിങ്ക് ആണ്. ഏഞ്ചലോണിയയുടെ വയലറ്റ് നമുക്ക് കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. ഇതുപോലെ ചുരുണ്ട ഇലകളോട് കൂടി ഒരു പോത്തോസ് വെറൈറ്റി ആണ്. 40 രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ്സ് ആണ്. ഇതുപോലെ നന്നായിട്ട് ഹാങ്ങിങ് ആയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. 2 കളേഴ്സ് ഉണ്ട്. ആദ്യത്തെ കളർ വരിക ഈ ഒരു ബർഗണ്ടി കളറാണ്. രണ്ടാമത്തേത് ഈ ഒരു പിങ്ക് കളർ. ഈ 2 കളേഴ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരിക 80 രൂപയാണേ. അടുത്ത പ്ലാന്റ് വരിക ഡക്ക് ഫീറ്റ് ആണ്. പാസിഫ്ലോറ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണിത്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിന്റെ ഒരു സൈസ് വരിക. റേറ്റ് വരിക 30 രൂപയാണേ. അടുത്ത പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഒരു യെല്ലോ കളറും ഗ്രീൻ കളറോടെയാണ് പ്ലാന്റിന്റെ ലീഫിൽ വരിക. ലെമൺ ക്രീപ്പിംഗ് ജെനി അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുക. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഈ കാണുന്ന ഒരു കലാത്തിയ വെറൈറ്റി ആണ്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റും ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബ്ലൂ ഡേയ്സിന്റെ തൈകളാണ്. നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ നട്ട് കൊടുത്താൽ ഇതുപോലെ നല്ല ബ്ലൂ കളറിൽ നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന പ്ലാന്റ് ആണ്. അതുപോലെ വളരെ ചെറിയ ചട്ടിയിൽ വരെ നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. പ്ലാന്റിന്റെ സൈസ് വരിക ഈ കാണുന്നതായിരിക്കും. 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മോൺസ്റ്ററ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. മോൺസ്റ്ററ മിനിമ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് വരിക. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 100 രൂപയായിരിക്കും റേറ്റ്. അടുത്ത പ്ലാന്റ് വരിക പാസിഫ്ലോറയുടെ ബ്ലൂ കളറിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ കഴിയുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. റെഡ് പോലെ ഒരുപാട് പടരുന്ന ഒരു വെറൈറ്റി അല്ല ഇത്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്നതായിരിക്കും.
ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ചൈന ഡോളാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത്തവണ നമുക്ക് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് തുമ്പർജിയ ഇറക്റ്റ അല്ലെങ്കിൽ ബുഷ് ക്ലോക്ക് വൈൻ എന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക പവിഴമല്ലിയാണ്. പവിഴമല്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരിക 50 രൂപയാണ്. അടുത്തത് വരിക അമേരിക്കമേലിയയുടെ കുറച്ച് ട്യൂബേഴ്സ് ആണ്. തുടക്കക്കാർക്ക് വളർത്താൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് അമേരിക്കമേലിയ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് പൂക്കൾ വരിക. ഈ ഒരു സൈസ് ആയിരിക്കും ട്യൂബർ വരിക. ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബൊഹീമിയ പ്ലാന്റ് ആണ്. ബൊഹീമിയ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എങ്കിലും നമുക്കിത് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ കഴിയും. ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറിലാണ് പൂക്കൾ വരിക. ബൊഹീമിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ കവറോട് കൂടി തന്നെയായിരിക്കും ഈ ഒരു പ്ലാന്റ് അയക്കുക. റേറ്റ് വരിക 200 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക ഈ ഒരു ഫേൺ വെറൈറ്റി ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഒരു ഫേൺ വെറൈറ്റി തന്നെയാണ്. സിൽവർ ലൈസ് ഫേൺ എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത ഫേൺ വരിക പീകോക്ക് ഫേൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫേൺ ആണ്. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് പ്രൈസ് നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തിലെ വിന്നറെ അനൗൺസ് ചെയ്യേണ്ട സമയമായി. കഴിഞ്ഞ മാസത്തെ വിന്നറായിരിക്കുന്നത് സുനിത മാഡം ആണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും കാറ്റലോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഓരോന്നിലും ലാസ്റ്റ് പിക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേറെയും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അതുപോലെ പ്ലാന്റ്സിൻ്റെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ദയവ് ചെയ്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ആരും കോൾ ചെയ്യരുത്. കോൾസ് ഒക്കെ എടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ്. അപ്പം മെസ്സേജ് ചെയ്താൽ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്ലാന്റ്സ് വന്ന് കളക്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് കോട്ടയം മണർകാടാണ്. അങ്ങനെ വരുന്നവർ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് മാത്രം വരിക. കാരണം എപ്പോഴും ആളുണ്ടാവണമെന്നില്ല. നഴ്സറി ആയിട്ടല്ല, ഹോം ഗാർഡൻ ആണ്. അതുകൊണ്ട് തന്നെ മെസ്സേജ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വരിക. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മിക്കവാറും പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാങ്ങിപ്പോയ ശേഷം പിന്നീട് വന്ന് പേയ്മെൻറ്റ് ചെയ്യും മുമ്പായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ആഴ്ചയിലും സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.